കുഴപ്പമില്ല, ആരും കാണുന്നില്ല. സംഭവം ശരിയാ. ആരെങ്കിലും വന്ന് കിട്ടുവാണെങ്കിൽ ചുമ്മാ ചൊറിഞ്ഞു വിടായിരുന്നല്ലേ? പറയാനുണ്ട് ആരുടെ പരിപാടി നമുക്ക് അത് ഇര കിട്ടുമായിരുന്നെങ്കിൽ. കാണുന്നില്ല, എല്ലാവരും പണിക്ക് പോയി കാണില്ല. ഒരനക്കം കാണുന്നുണ്ട്. നോക്കട്ടെ, വരട്ടെ. ആരാ നടത്തില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? ഹലോ, നമ്മളാ സുമാരൻ്റെ മണല്ലേ തെക്കേലെ? ആണെങ്കിൽ ആ ചേട്ടനാണത്. പിന്നെ ആണെങ്കിൽ എൻ്റെ പോയല്ലേ? ആ ചേട്ടാ എന്നാ വന്നേ? അവൻ്റെ ഒരാഴ്ച വന്നിട്ട് ആ ചേട്ടൻ്റെ കാര്യമായിട്ട് കൂട്ടുകാരൊക്കെ ഒന്ന് കാണണ്ടേ? വരുമ്പോ ചുമ്മാ പോയാൽ മതിയോ? എത്ര നാളായി പോയിട്ട്? നിങ്ങളൊക്കെ ഇതിലൂടെ വെറുതെ നടക്കുമല്ലേ? വലിയ തട്ടിപ്പായി പോയല്ലേ? ചേട്ടൻ പുറത്ത് പോയോണ്ട് ചോദിക്കുമല്ല. എന്നാ പോകുന്നേ? അടുത്താഴ്ച പോകണോ? ആണോ? സാധാരണ എല്ലാവരും ഒരു മാസം ഉണ്ടെന്നൊക്കെ പറയും, അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. അവിടെ വലിയ കിട്ടപ്പോരൊന്നുമില്ലല്ലേ? അല്ലെങ്കിൽ ഒരു മാസം ലീവ് ഉണ്ടായിരുന്നു. ഒരു മാസം ലീവ് ഉണ്ടായിരുന്നു. ആണോ? അല്ല, ഞാൻ ചോദ്യം അതല്ല. അവിടെ ഒന്നും കിട്ടപ്പോരുന്നില്ല. എനിക്ക് മനസ്സിലായി ചേട്ടൻ ആ മറുപടി മാറ്റി പറഞ്ഞ് മനസ്സിലായി. കിട്ടപ്പോരൊന്നുമില്ല, രക്ഷയൊന്നുമില്ല. പെട്ടെന്ന് വിളിച്ചു അതുകൊണ്ടാ. നമുക്ക് മനസ്സിലായി അവിടെ വിസ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ക്ക് പറഞ്ഞു വിട്ടാന്ന് ഇവിടുത്തെ ന്യൂസ് കേട്ടോ. അല്ല എനിക്ക് ഒരു മാസം ലീവ് ഉണ്ടായിരുന്നു. ആണോ? ഷെയ്ക്കിനകത്തെ പുറത്ത് പോടുന്ന ഒരു കാര്യമില്ല. ചുമ്മാ പോയിട്ട് എന്നാ പോയിട്ട് അതെന്നാ ചുമ്മാ അവിടുന്ന് പറഞ്ഞു. ചേട്ടൻ മോഹം കണ്ട അറിയാലേ? എന്നാ പോകുന്ന പറഞ്ഞ ഞാൻ മിക്ക അടുത്ത ആഴ്ച പോകും. ഷെയ്ക്ക് വിളിയോട് വിളിയാ. ആണല്ലേ? ഞങ്ങൾക്ക് ചെലവൊന്നുമില്ലേ? വൈകിട്ട് കാണണ്ടേ? ഒരു കരവാർത്തയും കൂടെ കേട്ടിട്ടുണ്ട്, ചേട്ടന് കല്യാണം ഒന്നും ആകുന്നില്ല എന്നുള്ളത്. ശരിയാണോ? കല്യാണം ആലോചിച്ചിരിക്കുക. നിങ്ങൾ അറിയില്ലേ? എവിടെ? പുറത്താന്ന് പറഞ്ഞ പെണ്ണൊന്നും തരുന്നില്ല എന്നുള്ള കേസാണല്ലോ. ചേട്ടാ പുറത്തുള്ളവർക്ക് കല്യാണ പ്രായമാണെങ്കിൽ കല്യാണം കഴിച്ച് നടക്കും. പുറത്തുള്ളവർക്കെ പെണ്ണ് കിട്ടുന്നല്ലോ. ഇപ്പം 2 മാസം എന്റെ കല്യാണം നടക്കും. നിങ്ങളിങ്ങനെ മൂക്കി പല്ലും പുറത്തെങ്ങനെ ഇരുന്നോ? ഇയാള് പോയിട്ട് 4 വർഷമായല്ലോ കേട്ടോ. മൂക്കി പല്ലും പുറത്തെങ്ങനെ ഞാൻ ജോലിക്ക് പോകാം കേട്ടോ. അതായത് ഞാൻ സെറ്റായി. കല്യാണം വിളിക്കുന്നുണ്ട്, വരണം കേട്ടോ. വന്ന് കൊണ്ടിട്ട് പോകണം കേട്ടോ. ചോദിക്കാൻ നോക്കിയ ഡേറ്റ് ഇല്ലല്ലേ? നമുക്കിട്ട് കിട്ടിയല്ലോ. നമുക്കിട്ട് കിട്ടി. ഇപ്പം അമ്മമാരൊക്കെ കളി പഠിച്ചാൽ വന്നേക്കുന്നത്. ഇന്ന് വേറെ ആരും കിട്ടി. അടുത്ത കാലം പോയോ നോക്കാം. ചേട്ടന് ജോലിയും കൂലി ഇല്ലാത്ത ആദർശല്ലേ? അല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്ലൈ ചെയ്യുന്നില്ലേ? അപ്ലൈ ചെയ്യുന്നു. കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇരിക്കുന്നതാണ്, ഞാൻ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്നാണെന്നറിയോ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അപ്പനും അമ്മയും വേണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടു അവരുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ട് നിങ്ങൾ എല്ലിൻ്റെ അടക്കം കയറി വഴിയെ പോകുന്നവർക്കിട്ട് ഊടും വെച്ചിരിക്കുന്ന വെറും മൂളകളാണ് നിങ്ങൾ. അല്ലാണ്ട് വേറൊന്നുമല്ല. ഇപ്പൊ ഞാനെന്താണെന്നറിയോ? ഇപ്പൊ എനിക്കൊന്ന് അത് പണി അന്വേഷിക്കും. ഇപ്പൊ ഞാൻ പണി കിട്ടും, നല്ല 8ന്റെ പണി 2 കിട്ടും കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ ഉറപ്പായി കിട്ടും. വെറും പാടുകളാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു ചേട്ടാ, എനിക്കിപ്പം PSCയുടെ LDC റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഞാൻ അടുത്ത ദിവസം ഇപ്പം എൻ്റെ ജോലിക്ക് വരും. ഞാൻ വരുമ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും നിങ്ങളിരിക്കും, ഇങ്ങോട്ട് ഇരിക്കും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കാണ് വല്ല പണിക്കും പൊക്കൂടെ? ഈ നേരം വെളുക്കുമ്പോൾ മുതൽ ഇങ്ങനെ വഴിയെ പോകുന്ന ഈ നാട്ടുകാരുടെയും കുറ്റവും പറഞ്ഞ് അപരാധവും പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ മടുപ്പൊന്നും ഇല്ല. അത് ഇവിടെ ഇവിടെ വല്ല തന്നെ തഴമ്പ് വല്ല ഉണ്ടോ? അത് തന്നെ കുടുംബരായിട്ട് എഴുതി കിട്ടിയത് പോലെ ആണ്. മറ്റവണ്ണം നമ്മൾ തട്ടിട്ട് പോയി. ജോലിയാ, ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ജോലി. അതെ. ചേട്ടൻ്റെ അല്ലേ കഴിഞ്ഞ ദിവസം ഒരു 4-5 മാസം കല്യാണം കഴിച്ചാണ് അല്ലേ? വടക്കേടത്തെ അല്ലേ? ഒന്നും വിചാരിക്കരുത് കേട്ടോ. വിശേഷമൊന്നും ആയില്ലെന്നാ ഒരു കരക്കമ്പി. ശരിയാണോ? 4 മാസം കൊണ്ട് വിശേഷം ഞാൻ നോക്കട്ടൊന്നുമല്ല. എന്നാലും ഞങ്ങളാ നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ രാഷ്ട്രീയം ചോദിച്ചാൽ നമ്മൾ വിചാരിക്കരുത്. 4 മാസം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പേഴ്സണായിട്ട് കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെണ്ണ് കെട്ടി, നിങ്ങൾ പെണ്ണ് പോലും കെട്ടിയില്ല, ഒരു ജോലി പോലും ആയില്ല. എപ്പോഴാണ് അതൊക്കെ നടക്കുന്നതെന്ന്? ഞാനൊക്കെ രക്ഷപ്പെട്ടു. നിങ്ങളിപ്പോഴും ഇതേപോലെ തന്നെ തഥാവസ്ഥ. എല്ലാത്തിനും സമയമില്ല ദാസ. സമയം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ ലോകത്തിന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. മനുഷ്യന്മാരുടെ അവസ്ഥയുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഇടപെടാതിരിക്കുക ഏറ്റവും നല്ലത്. നമുക്കുണ്ടോന്ന് നോക്കി നമ്മൾ നിന്നാൽ മതി. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കണം എല്ലാ ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ലായിരുന്നു, കിട്ടിയില്ലേ? നമുക്ക് നീതിക്ക് അവരെ എന്നിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി പണിയെടുത്ത് ജീവിക്കാം. അതെ.